ഇന്ന് ലോകമെമ്പാടും ഈ ശുശ്രൂഷയിൽ യൂട്യൂബിലൂടെയും ലൈവ് സ്ട്രീമിലൂടെയും ടെലിവിഷനിലൂടെയൊക്കെ ഞങ്ങളോടൊപ്പം പങ്കുചേരുന്നവരെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഗ്രേസ് കമ്മ്യൂണിറ്റിയുടെ ഗ്ലോബലി ലോകവ്യാപകമായുള്ള എല്ലാ യൂണിറ്റുകളെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. നിങ്ങളെ ശുശ്രൂഷിപ്പാൻ പിന്നെയും ഒരു സൺഡേ, ഒരു ഞായറാഴ്ച കർത്താവ് ഒരുക്കിയതിനായിട്ട് കർത്താവിന് മഹത്വം കൊടുക്കുന്നു. നമ്മുടെ യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്നുള്ളതാണ് ഓരോ ദിവസവും മുമ്പോട്ട് പോകുവാനുള്ള നമ്മുടെ പ്രാഗൽഭ്യം, നമ്മുടെ ധൈര്യം, നമ്മുടെ തൻ്റെടം. അതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ചങ്ങനാശ്ശേരിയിലായിരിക്കുന്നവരെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, രണ്ട് പദങ്ങൾ നമ്മൾ ഒരുമിച്ച് കേൾക്കുവാനായിട്ട് പോവുകയാണ്. പറയുക, പ്രാപിക്കുക. ഒന്ന് പറഞ്ഞാട്ടെ, പറയുക. ചേർന്ന് പറഞ്ഞാട്ടെ, പറയുക എന്ന് പറയുക. പറയുക എന്ന് പറയുക. പറയുക എന്ന് പറയുക. ആണ്ടെ, നിങ്ങളെ ഇത് പറയുക എന്ന് പറ. പ്രാപിക്കുക. പറച്ചില്, പറയുക, വിളിച്ചു പറയുക. ഒന്ന് പറഞ്ഞ്, വിളിച്ചു പറയുക. രണ്ട് മൂന്ന് പദങ്ങൾ മുഖവര ഭാഗത്ത് ഞാൻ പറയാം, ഇതോട് ബന്ധപ്പെട്ട് വരുന്നത്. കൽപ്പിക്കുക. പറഞ്ഞാട്ടെ, കൽപ്പിക്കുക. വിശ്വാസത്തോടെ പറയുക. പറഞ്ഞാട്ടെ, വിശ്വാസത്തോടെ പറയുക. അതിനെ നോക്കി കൽപ്പിക്കുക. പറയുക, നോക്കി കൽപ്പിക്കുക. പറയുക, പറയുക, പറയുക. പറയുക എന്ന് പറയുക. പറയുക, ഉച്ചത്തിൽ പറയുക, വിളിച്ചു പറയുക. ഹല്ലേലൂയ. വായിക്കാം. അങ്ങനെയാണെങ്കിൽ വാക്യം റെഡി? എത്ര പേർ റെഡിയാണ്? കരമടിച്ചൊന്നുകൂടെ ഒന്ന്. യെസ്, എക്സൈറ്റഡ്. ഓക്കെ. മത്തായി സുവിശേഷത്തിലെ വാക്യം നമുക്ക് ആദ്യം വായിക്കാം. 21 അധ്യായത്തിന്റെ 21 വാക്യം. മത്തായി 21:21. അതിന് യേശു, നിങ്ങൾ സംശയിക്കാതെ വിശ്വാസമുള്ളവരായി ഈ അത്തിയോട് ചെയ്തത് നിങ്ങളും ചെയ്യും എന്ന് മാത്രമല്ല, ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും. കർത്താവായ യേശു ക്രിസ്തു ഒരു അത്തിയുടെ അടുക്കൽ ചെന്നു. അത്തിയിൽ ബലമില്ലായിരുന്നു. യേശു അത്തിയെ ശപിച്ചു. തിരിച്ചു വന്നപ്പോ, അങ്ങോട്ട് പോയപ്പോ ശപിച്ചതാ, തിരിച്ചു വന്നപ്പം അത്തി ഉണങ്ങി നിൽക്കുന്നത് കണ്ടു. ശിഷ്യന്മാർ കണ്ടിട്ട് പറഞ്ഞു, കർത്താവേ, പച്ചച്ച് ഇലയെടുത്ത് ഫലഭൂഷ്ടമായിട്ട് നിന്ന ഈ അത്തി എങ്ങനെയാ ഉണങ്ങിപ്പോയത് എന്ന് ചോദിച്ചപ്പോ യേശു പറഞ്ഞ മറുപടിയാണ് നമ്മൾ ഇവിടെ വായിച്ചത്. നിങ്ങൾ സംശയിക്കാതെ വിശ്വാസമുള്ളവരായി ഈ അത്തിയോട് ചെയ്തത് നിങ്ങളും ചെയ്യുമെന്ന് മാത്രമല്ല, നിങ്ങൾ ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചാടിപ്പോക എന്ന് പറഞ്ഞാൽ, അതിനാണ് അടിവരയിടേണ്ടത്. അതാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും. അതിനാണ് അടിവരയിടേണ്ടത്. എന്ന് പറഞ്ഞാൽ അത്തി ഉണങ്ങിപ്പോകും എന്ന് വിശ്വസിച്ചാൽ എന്നല്ല പറഞ്ഞേ. മല കടലിൽ വീണു പോകും എന്ന് വിശ്വസിച്ചാൽ അത് സംഭവിക്കുമെന്നല്ല യേശു പറഞ്ഞേ. ആ പദത്തിന് നിങ്ങൾ അടിവരയിട്ടാട്ടെ. എന്ന് പറഞ്ഞാൽ. ഒന്നുകൂടെ വായിച്ചു മോനെ ആ വാക്ക്. ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചാടിപ്പോക എന്ന് പറഞ്ഞാൽ എന്നോട് ചേർന്ന് പറഞ്ഞേ. എന്ന് പറഞ്ഞാൽ വിശ്വസിച്ച മാത്രം പോരാ, പറയണം. അടുത്തിരിക്കുന്ന ആളെ ഒന്ന് തട്ടി വിളിച്ച് പറഞ്ഞേ, വിശ്വസിച്ച മാത്രം പോരാ, എന്ത് വിശ്വസിക്കുന്നോ അത് പറയണം. അടുത്തിരിക്കുന്ന അവിടെ പറയണം. ഹല്ലേലൂയ. വിശ്വസിക്കുമ്പോഴല്ല അത്ഭുതം നടക്കുന്നത്. വിശ്വസിക്കുമ്പോൾ അത്ഭുതം ആന്തരികമായി സംഭവിച്ചു കഴിഞ്ഞു. വിശ്വസിക്കുമ്പോൾ അത്ഭുതം കാണാത്ത മേഖലയിൽ സംഭവിച്ചു കഴിഞ്ഞു. കാണുന്ന മേഖലയിലേക്ക് അതിനെ വിളിച്ചു കൊണ്ടുവരുന്നത് പറയുന്നതിലൂടെയാണ്. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കട്ടെ. അത് നിങ്ങൾ കൽപ്പിച്ചപ്പോൾ തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചപ്പോൾ തന്നെ, നിങ്ങൾ സംശയം കൂടാതെ ഹൃദയം കൊണ്ട് വിശ്വസിച്ചപ്പോൾ തന്നെ, നിങ്ങൾ വിശ്വസിച്ചത് അവിടെ ഉരുവായി കഴിഞ്ഞു, അവിടെ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു. പക്ഷേ നിങ്ങൾ പറയുമ്പോഴാണ് അത് കാണത്തക്ക രീതിയിൽ പ്രവൃത്തിപഥത്തിലാകുന്നത്. കരമടിച്ചത് യേശുവിന് മഹത്വം കൊടുത്താട്ടെ. വിശ്വസിച്ചാൽ മാത്രം പോരാ, പറയണം. പറഞ്ഞാട്ടെ, പറയണം. യേശുവിന്റെ ശുശ്രൂഷയാണ് ഇതിന് മാതൃകയായിട്ട്, ഈ വചനത്തിനായിട്ട് ഞാൻ എടുക്കുന്നത്. യേശുവിനറിയാം, യേശു കൽപ്പിക്കുമ്പോൾ പച്ചവെള്ളം വീഞ്ഞാണ്. അതിൻ്റെ അകത്ത് ഒരു സംശയവും വേണ്ട.
യേശു കൽപ്പിക്കുമ്പോൾ പച്ചവെള്ളം വീഞ്ഞാണ് എന്നുള്ളതിൽ ഒരു ഡൗട്ടും വേണ്ട. കാനായിലെ കല്യാണ നാളിൽ പച്ചവെള്ളം വീഞ്ഞാണ് യേശു കൽപ്പിച്ചപ്പോൾ എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. പക്ഷെ ഇവിടുത്തെ ചോദ്യം ഇതാണ്, പച്ചവെള്ളത്തെ നോക്കി ഇത് പറയാൻ ധൈര്യമുണ്ടോ? എത്ര പേര് കേട്ടു? പറഞ്ഞാൽ അത് സംഭവിക്കും, പക്ഷേ സംഭവിക്കാതിരിക്കുമ്പോൾ ഇതിനെ നോക്കി പറയാൻ ധൈര്യമുണ്ടോ? ആ ധൈര്യമാണ് വിശ്വാസം. ആ തന്റെ ഇടമാണ് വിശ്വാസം. ഓരോ ആക്ഷൻ നിങ്ങൾ നോക്കിക്കോ. കിണറ്റിൽ നിന്ന് വെള്ളം കോരി നിറയ്ക്കുവാനായിട്ട് യേശു കൽപ്പിക്കുന്നു. യേശുവിന്റെ കൽപ്പന അനുസരിച്ച് വക്കോളം കൽപാത്രത്തിൽ വെള്ളം നിറയ്ക്കുന്നു. ഓക്കെ, ഇനിയാണ് ഫെയ്ത്തിന്റെ പ്രൊക്ലമേഷൻ, വിശ്വാസത്തിന്റെ വിളിച്ചു പറച്ചിൽ. യേശുവിന്റെ വാക്ക്, നോക്കിയേരെ വീഞ്ഞായോ എന്നല്ല, കൊണ്ട വിരുന്ന് വാഴിക്ക് കൊടുക്ക്. കേൾക്കുന്നോ നിങ്ങൾ എന്നെ? കൊണ്ട വിരുന്ന് വാഴിക്ക് കൊടുക്ക്. കർത്താവെ ആയോ എന്ന് നോക്കിയിട്ട് വിരുന്ന് വാഴിക്ക് കൊടുത്താ പോരെ? പോരാ, പോരാ. പറഞ്ഞു, അത് സംഭവിക്കും. അസാധ്യതയായിരിക്കാം മുമ്പിലുള്ളത്. പച്ചവെള്ളം ആ കിണറ്റിൽ നിന്ന് കോരി ഒഴിച്ചത് നിങ്ങൾ കണ്ടത്. പക്ഷെ ഇതിന്റെ നടുവിലാണ് നിങ്ങളുടെ വിശ്വാസം പുറത്തെടുക്കേണ്ടത്. കാണുന്നതിനെ അവിശ്വസിക്കുക, കാണാൻ ആഗ്രഹിക്കുന്നതിനെ വിശ്വസിക്കുക. എത്ര പേര് പദം കേട്ടുമെന്ന് അറിയത്തില്ല. കാണുന്നതിനെ അവിശ്വസിക്കുക, കാണാൻ ആഗ്രഹിക്കുന്നതിനെ വിശ്വസിക്കുക. എന്നിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പറയുക. എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് പറയുക. നിങ്ങൾ പച്ചവെള്ളം വീഞ്ഞായി മാറാൻ ആഗ്രഹിക്കുന്നെങ്കിൽ say it, then you will see it. പറയുക, നിങ്ങളത് കാണും. അടുത്തിരിക്കുന്നവരോട് പറ, പറയുക, എന്നാൽ നിങ്ങളത് കാണും. ഹല്ലേലൂയ. പച്ചവെള്ളത്തെ വീഞ്ഞാക്കാൻ ദൈവം മതിയായവൻ. വിശ്വസിച്ചാ പോരാ. പറ 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 പറ. വരണ്ട കൈയുള്ളവൻ സൗഖ്യമാകാൻ തയ്യാറാ. പക്ഷെ പറയാൻ നിങ്ങൾ തയ്യാറാണോ? ഹലോ, പക്ഷപാത രോഗി കിടക്ക് എടുത്ത് ഓടാൻ തയ്യാറാ. പക്ഷെ നിങ്ങൾ പറയാൻ തയ്യാറാണോ? അത്തി ഉണങ്ങാൻ തയ്യാറാ. ഇലയെടുത്ത് നിൽക്കുന്ന, തളിരെടുത്ത് നിൽക്കുന്ന അത്തി ഉണങ്ങാൻ തയ്യാറാ. പക്ഷെ പറയാൻ നിങ്ങൾ തയ്യാറാണോ? എത്ര പേര് കേൾക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. കുരുടാൻ കണ്ണ് തുറക്കാൻ തയ്യാറാ. പക്ഷെ കാഴ്ച പ്രാപിക്ക എന്ന് പറയാൻ നിങ്ങൾ തയ്യാറാണോ? കമോൺ കമോൺ കമോൺ. കുരുടൻ കാണാൻ തയ്യാറാ, പക്ഷെ കാഴ്ച പ്രാപിക്ക എന്ന് നിങ്ങൾ പറയാൻ തയ്യാറാണോ? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എന്തും നടത്താൻ ദൈവം തയ്യാറാ. ഇവിടെ ഈ വചനം നിങ്ങൾ നോക്കിയേ. മല മാറാൻ തയ്യാറാ. മല, ഹലോ, മല മാറാൻ തയ്യാറാ. പക്ഷെ പറയാൻ തയ്യാറാണോ? പക്ഷെ പറയാൻ തയ്യാറാണോ? ഹലോ, ഇവിടെയാണ് നമ്മളുടെ എല്ലാവരുടെയും പ്രശ്നം കിടക്കുന്നത്. ഓ, പറഞ്ഞേച്ചിട്ട് മാറിയില്ലെങ്കിൽ, ഞാൻ പറഞ്ഞേച്ചും വെച്ച് മല മാറിയില്ലെങ്കിൽ, നോ 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 നോ. അവിടെ യേശു വ്യക്തമായി 21 വാക്യം ഒന്നുകൂടെ വാക്യവനെ. 21 വാക്യം. ഹൃദയത്തിൽ സംശയിക്കാതെ വിശ്വാസമുള്ളവരായാൽ. കണ്ടോ? അപ്പൊ വിശ്വാസം എന്ന് പറയുന്നത് സംശയമില്ലായ്മയാണ്. ഹലോ, വിശ്വാസം എന്ന് പറയുന്നത് സംശയമില്ലായ്മയാണ്. വിശ്വാസം എന്ന് പറയുന്നത് ഉറപ്പാണ്. വിശ്വാസം എന്ന് പറയുന്നത് ഞാൻ പറയുമ്പോൾ അതവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കും, അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഇപ്പൊ പുറത്തു വരുമെന്ന എന്റെ ഉറപ്പാണ്. സംശയമില്ലായ്മയാണ് വിശ്വാസം. അടുത്തിരിക്കുന്ന അവിടെ ഒന്ന് പറഞ്ഞേ, സംശയമില്ലായ്മയാണ് വിശ്വാസം, ഉറപ്പാണ് വിശ്വാസം. ഉറക്കെ പറ, ഉറപ്പാണ് വിശ്വാസം. എന്തു ചെയ്യാൻ ദൈവം തയ്യാറാ. ഒന്ന് പറഞ്ഞാൽ കടല് ഇപ്പൊ ചലിക്കുന്ന ചലനം നിർത്താൻ തയ്യാറാ. കാറ്റ് അടങ്ങാൻ തയ്യാറാ. കമോൺ, കാറ്റ് അടങ്ങാൻ തയ്യാറാ. കടല് ചലനം നിർത്താൻ തയ്യാറാ. തോണി സ്റ്റഡിയായി നിൽക്കാൻ തയ്യാറാ. വെള്ളത്തിന്റെ മേളിലൂടെ നടക്കാൻ സാഹചര്യം തയ്യാറാ. പക്ഷെ പറയാമോ? ഭൂതം പോകാൻ തയ്യാറാ. പറയാമോ? ഹലോ, സൂര്യൻ നിൽക്കാൻ തയ്യാറാ. പറയാമോ? കടൽ വിഭജിക്കാൻ തയ്യാറാ. പറയാമോ? എത്ര പേര് ഇവിടെ ഉണ്ട്?
ചന്ദ്രൻ നിൽക്കാൻ തയ്യാറാ, പറയാമോ? ഒഴുക്ക് നിൽക്കാൻ തയ്യാറാ, പറയാമോ? ഉണങ്ങിയ നിലമുണ്ടാകാൻ തയ്യാറാ, പറയാമോ? ഇവിടെ ഒന്നും വിശ്വസിക്കുന്നവര് വിശ്വാസം അകത്ത് വെച്ചപ്പോഴല്ല അത്ഭുതം. എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷെ മിണ്ടുകയല്ല. ഭയങ്കര വിശ്വാസം ബ്രദറെ, പക്ഷെ മിണ്ടുകയല്ല. Come on, say it, then you will see it. പറ പറ പറ. നിങ്ങൾ കാണും അത്. ലാസർ അഴിഞ്ഞു പുഴുകിയ ശരീരം വിട്ട് പുറത്തു വരാൻ തയ്യാറാ. ആ വാതിൽക്ക് നിന്നുകൊണ്ട് ലാസറെ പുറത്തു വാ എന്നൊന്ന് പറയാൻ തയ്യാറാണോ? ഓ, എത്ര പേര് അത് വിശ്വസിക്കുന്ന അറിയില്ല. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. ഈ വെള്ളത്തിന്റെ കയ്പ് ഇപ്പം മാറും. പക്ഷെ പറയാമോ? അടുത്തിരിക്കുന്നവരോട് ചോദിച്ചേ, പറയാമോ? ഈ പറച്ചിലിന് വലിയ പ്രാധാന്യം ഉണ്ടെന്ന് പറഞ്ഞേ. പറച്ചിലിന് വലിയ, അയ്യോ, ക്രിസ്തീയ ജീവിതം നിങ്ങൾക്കറിയാൻ പറ്റഞ്ഞിട്ട്, ക്രിസ്തീയ ജീവിതം പറച്ചിലിൽ തുടങ്ങി, പറച്ചിലിൽ തുടർന്ന് പറച്ചിലിൽ തുടരുന്നതാണ്. ഹലോ, യേശുവിനെ റോമർ 10:10 എടുത്തേ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആശയം കൂടുതൽ മനസ്സിലാവും, ഈ പറയാൻ പോകുന്നതിൻ്റെ ആശയം. യേശുവിനെ കർത്താവെന്ന്, യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റുപറയുകയും. പറ, ഇത് പറയാൻ. യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റുപറയുകയും. ഞാൻ അങ്ങ് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു. അതിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഞാൻ അങ്ങ് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു യേശു കർത്താവാന്ന്. പറ്റിയല്ല. 9-ാം വാക്യം പോലെ വായിച്ചു, അപ്പൊ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാകും. വചനം നിനക്ക് സമീപമായി. വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും. എന്റെ പ്രിയമുള്ളവർ, ഈ വാക്യം നിങ്ങൾ വിട്ടുകളയരുത്. വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. വചനം നിനക്ക് സമീപമായി എവിടെ ഇരിക്കുന്നു? നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. ഒന്ന് പറഞ്ഞേ, അവൻ 2 പദം. വായിലും ഹൃദയത്തിലും ഇരിക്കുന്നു. ഇത് രണ്ടും അതാണ് പറയുന്നത്. വായി കൊണ്ട് ഏറ്റു പറയണം, ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്ത്. എത്ര പേർക്ക് അത് മനസ്സിലായി? ഹല്ലേലൂയ. 9-ാം വാക്യം പറയുന്നു, വചനം നിനക്ക് സമീപമായി. നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. വചനം വായിൽ വന്നു നിൽക്കുക. തുറന്നു വിടാവോ? വചനം നിനക്ക് സമീപമായി വായിൽ വന്നു നിൽക്കുന്നു. നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. ഹൃദയം നിറയ്ക്കുന്നു വചനം. വായി കൊണ്ട് അത് പറയാമോ? ആമേൻ. ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്ന വചനത്തെ വായി കൊണ്ട് പറയാമോ? പറഞ്ഞാൽ അതാണ് പറയുന്നത്. യേശുവിനെ ഒന്നുകൂടെ വായിച്ചു. യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റുപറയുകയും. വായി കൊണ്ട് ഏറ്റുപറയണം, വായി കൊണ്ട് പറയണം. അടുത്തിരിക്കുന്ന ആളെ തട്ടി പിടിച്ചിട്ട് പറ. വായി കൊണ്ടുള്ള പറച്ചിലിന് വലിയ പ്രാധാന്യതയുണ്ട്. ഹല്ലേലൂയ. വായി കൊണ്ടുള്ള പറച്ചിലിന് വലിയ പ്രാധാന്യമുണ്ട്. പറ 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 മടിക്കാതെ പറ. വായി കൊണ്ടുള്ള പറച്ചിലിന് വലിയ പ്രാധാന്യതയുണ്ട്. ഇത് യഹൂദന്മാർ പലരും മനസ്സിലാക്കിയിരുന്നില്ലെങ്കിലും അന്യജാതിക്കാരനായ ശതാധിപൻ മനസ്സിലാക്കിയിരുന്നു. നിങ്ങൾ ആ ഭാഗം വായിച്ചിട്ടില്ല എങ്കിൽ ദയവായി എൻ്റെ കൂടെ ആ ഭാഗം ഒന്ന് എടുത്താട്ടെ. ശതാധിപൻ യേശുവിനോട് പറയുന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നാ അത്? 8-ാം അധ്യായം, മത്തായി 8-ാം അധ്യായം ഒന്ന് എടുത്തേ. മത്തായി 8:9. ഞാനും അധികാരത്തിന് കീഴുള്ള മനുഷ്യനാകുന്നു. ശതാധിപൻ യേശുവിനോട് പറയാ, കർത്താവേ ശതാധിപൻ കർത്താവേ നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ. കർത്താവേ നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ. ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ. നീ ഒരു വാക്ക് പറഞ്ഞാൽ. കർത്താവേ വീട്ടിലൊന്നും നീ വരണ്ട. വിഷയം വീട്ടിലാ കിടക്കുന്നേ. ഞാനൊരു റോമൻ ഓഫീസറാ.
എനിക്ക് നല്ല വീട് റോമ ഗവൺമെന്റ് തന്നിട്ടുണ്ട് പാർക്കാൻ. പക്ഷെ നിന്നെ പോലെ ഒരാളെ സ്വീകരിക്കാനുള്ള യോഗ്യത എനിക്കില്ല. നീ എന്റെ പുരക്കകത്ത് വരുവാൻ ഞാൻ അയോഗ്യൻ. നീ ഇവിടെ നിന്നോണ്ട് ഒരു വാക്ക് കൽപ്പിച്ചാൽ, എത്ര പേര് കേൾക്കുന്നു എനിക്കറിയത്തില്ല. ഒരു വാക്ക് കൽപ്പിച്ചാൽ നീ ഇവിടെ നിന്നോണ്ട് വായിച്ചോ മോനെ. കർത്താവേ, നീ എന്റെ പുരക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ, ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ, ഒരു വാക്ക് നീ ഒന്ന് പറഞ്ഞാൽ, നീ ഒന്ന് കൽപ്പിച്ചാൽ, കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. വീട്ടിലിരിക്കുന്ന എന്റെ ബാല്യക്കാരൻ നിന്റെ വാക്ക് നിമിത്തം സൗഖ്യമാകും. ഇല്ല, നിങ്ങൾക്ക് തെളിഞ്ഞില്ല. അതാ നിങ്ങൾ മിണ്ടാതിരിക്കുന്നത്. ഹല്ലേലൂയ. വിഷയം ദൂരത്തായിരിക്കാം, ഒരുപാട് അകലത്തിലായിരിക്കാം വിഷയം ഇരിക്കുന്നേ, നീറിപ്പൊകഞ്ഞായിരിക്കാം ഇവിടെ വന്നിരിക്കുന്നേ. പക്ഷെ നിർണായകമായ ഈ നിമിഷത്തിൽ ആദരം തുറന്ന് ഒരു വാക്ക് പറഞ്ഞാൽ ആരൊക്കെ ഇവിടെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞു ആ വാക്ക്? ആരോടൊക്കെ വിഷയം ഹോസ്പിറ്റലിലായിരിക്കാം, വിഷയം ദുബായിലായിരിക്കാം, വിഷയം അമേരിക്കയിലായിരിക്കാം, വിഷയം ഒത്തിരി ദൂരത്തായിരിക്കാം, 4 ഭൂഖണ്ഡങ്ങളെ താണ്ടി വേണമായിരിക്കാം ഒരത്ഭുതം ഇന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് നടക്കേണ്ടത്. പക്ഷേ ഇപ്പം ഒരു വാക്ക് കൽപ്പിച്ചാൽ, പറഞ്ഞാൽ ശതാധിപൻ പറയുക, ഞാനും അധികാരത്തിന്റെ കീഴിലുള്ളത്, നീയും അധികാരത്തിന്റെ കീഴിൽ. പക്ഷെ നമ്മുടെ രണ്ടുപേരുടെയും മണ്ഡലം 2-2. എനിക്കും അധികാരമുണ്ട്, നിനക്കും അധികാരമുണ്ട്. പക്ഷെ എൻ്റെ അധികാരം കൊണ്ട് ഇന്ന് വരെ ഒരു രോഗി സൗഖ്യമായിട്ടില്ല. ഞാൻ ഭൗതിക ലോകത്തിന്റെ അധികാരിയാ, നീയോ ആത്മീക ലോകത്തിന്റെയും ഭൗതിക ലോകത്തിന്റെയും അധികാരിയാ. എനിക്കും നിക്ക് അവിടെയാണ് അതിന്റെ ആ മിസ്റ്ററി കിടക്കുന്നത്. അതാണ് തുറക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. വാ എന്റെ കൂടെ വാ. ഒന്നുകൂടെ വായിച്ചോ. അത് ഒന്നുകൂടെ വായിച്ചോ. അതിന് ശതാധിപൻ, കർത്താവേ, നീ എന്റെ പുരക്കകത്ത് വരുവാൻ, ശ്രദ്ധിച്ചു കേൾക്കുക സഹോദരങ്ങളെ, നീ എന്റെ പുരക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ, അടുത്ത വാക്ക്, ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാകുന്നു. പറയുമ്പം കൽപ്പിക്കുമ്പം എന്നതാ എന്റെ മണ്ഡലത്തിൽ സംഭവിക്കുന്നെന്ന് എനിക്കറിയാം. നിന്റെ മണ്ഡലത്തിലും അത് തന്നെ ആയിരിക്കണമല്ലോ സംഭവിക്കുന്നേ. ഞാൻ കൽപ്പിക്കുമ്പോ എന്നാ നടക്കുന്നതെന്ന് എനിക്കറിയാം. നീ കൽപ്പിക്കുമ്പോഴും അത് തന്നെ ആയിരിക്കുമല്ലോ നടക്കണ്ടേ. എന്നിട്ട് പറയാ, വായിച്ചോ. എന്റെ കീഴിൽ പടയാളികളുണ്ട്. എന്റെ കീഴിൽ, ശതാധിപൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സെഞ്ചുറിയൻ, 100 പേർക്ക് അധിപൻ. എന്റെ കീഴിലും 100 പടയാളികൾ ഉണ്ടെന്ന് ഇരിക്കട്ടെ. ഞാൻ ഒരുത്തനോട് പോകാ എന്ന് പറഞ്ഞാൽ പോകുന്നു. പറഞ്ഞാൽ ഒരുത്തൻ പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോഴല്ല പോകുന്നേ. പോകാ എന്ന് പറഞ്ഞാൽ നിങ്ങളിവിടെ ഇല്ല. ഒന്ന് മിണ്ടിക്കേ. ശതാധിപൻ പറയേ, എന്റെ കീഴിൽ 100 പേരുണ്ട്. ഓക്കെ, എന്റെ കീഴിൽ 100 പേരുണ്ട്. ഞാൻ അവൻ പോകണമെന്ന് ആഗ്രഹിക്കുമ്പോഴല്ല ഒരുത്തൻ പോകുന്നേ. ഞാൻ ഒരുത്തനെ വിളിച്ചിട്ട് പോകാ എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു. മറ്റൊരുത്തനോട് വരിക എന്ന് പറഞ്ഞാൽ വരിക എന്ന് പറഞ്ഞാൽ വരുന്നു. എന്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ അവൻ ചെയ്യുന്നു എന്ന് ഞാൻ ചെയ്യുക എന്ന് ഉത്തരം പറഞ്ഞു. ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ചെയ്യുക എന്ന് പറഞ്ഞാൽ, അടിവരയിട്, ചെയ്യുക എന്ന് പറഞ്ഞാൽ. എന്നോട് ചേർന്ന് പറഞ്ഞേ, പറഞ്ഞാൽ. ശതാധിപൻ പറയുന്നു, ഞാൻ പറഞ്ഞാൽ. ഇതൊക്കെയാണ് നടക്കുന്നത്. വരാൻ പറഞ്ഞ വരും, പോകാൻ പറഞ്ഞ പോവും, ചെയ്യാൻ പറഞ്ഞ ചെയ്യും. ഹലോ, ഇത് 3 നടക്കുന്നത് ഞാൻ പറയുമ്പോഴാ. എനിക്ക് ഈ മണ്ഡലത്തിന്റെ അധികാരമേ ഉള്ളൂ. പക്ഷെ നീ ഒന്ന് കൽപ്പിക്കാൻ കാത്തു നിൽക്കുക. 1000-10,000 ദൂതസഞ്ചയങ്ങൾ, സന്ദേശവാഹകന്മാരും യുദ്ധവീരന്മാരുമായ ദൂതന്മാർ, അകമ്പടി സേവകന്മാരായുള്ള ദൈവരാജ്യത്തിന്റെ രാജാവായ യേശുവേ,
ശതാധിപൻ പറയുന്നു, നീ ഒരു വാക്ക് പറഞ്ഞാൽ, ഞാൻ പറയുമ്പോൾ നടക്കുന്ന എനിക്കറിയാം, ഞാൻ പറഞ്ഞ ശേഷം ഒരുത്തൻ അവിടെ നിൽക്കത്തില്ല. പോക എന്ന് പറഞ്ഞാൽ പോയിരിക്കും. ഹല്ലേലൂയ. വരിക എന്ന് പറഞ്ഞാൽ വന്നിരിക്കും. ഇതുപോലെ യേശുവേ, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ, ഒന്ന് പറഞ്ഞേ, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ. ഓ, എന്നോട് ചേർന്ന് ഒന്ന് പറഞ്ഞേ, ഒരു വാക്ക് കൽപ്പിച്ചാൽ, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ. ഇപ്പം വായിച്ചോ, ഒരു വാക്ക് കൽപ്പിച്ചാൽ. അത് കേട്ടിട്ട് നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ, നീ എന്റെ പുരക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ, നീ ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. പറയാൻ തയ്യാറാണോ? പറച്ചിലിന്റെ രണ്ട് തല ഒന്ന് കണ്ടേ, പറച്ചിലിന്റെ രണ്ട് തല ഒന്ന് കണ്ടേ. ശതാധിപൻ പറയാ, ഭൗതിക ലോകത്തിൽ കാര്യം നടക്കുന്നത് പറയുമ്പോഴാ. അധികാരം സ്വീകരിച്ചവൻ അധികാരത്തിന്റെ കീഴിലുള്ളവരെ നോക്കി അധികാര സ്വരത്തോടെ പറയുമ്പോഴാണ് അവിടെ അനുസരിക്കപ്പെടുന്നത്. ഇതുപോലെ തന്നെയാണ് എനിക്ക് മനസ്സിലാകുന്ന നിങ്ങളുടെയും കളം, നിങ്ങളുടെയും മണ്ഡലം ഇത് തന്നെയാണെന്നാ ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ പറയുമ്പോൾ സംഭവിക്കുന്ന പോലെ തന്നെ നീ പറയുമ്പോഴും സംഭവിക്കുമെന്ന് എനിക്ക് ഉറപ്പാ. പുരക്കകത്തൊന്നും വരണ്ട, ദൂരത്തുള്ള വിഷയത്തെ നോക്കി ഇവിടെ നിന്നോണ്ട് ഒരു വാക്ക് കൽപ്പിച്ചാൽ. ഇന്ന് അതേ പദം ഞാൻ ഇതിനകത്തേക്ക് ഇടുകയാണ്. ജീർണിച്ച, തകർന്ന, ഉടഞ്ഞ, ഒരു രക്ഷയില്ല ബ്രദറെ. ഒരുപാട് നാളായിട്ട് ശ്രമിച്ചിട്ടും അതിനകത്തൊരു വഴിയില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥന നിർത്തിയ ആ പഴയ ഫയൽ ഒന്ന് പൊക്കിയെടുത്ത് അഭിഷേകത്തോടെ അതിനെ നോക്കി ഒന്ന് കൽപ്പിക്കാമോ? ഓ ഓ ഓ ഓ ഓ ഓ ഒരൊറ്റ മുതൽ അത് തുടങ്ങിക്കഴിഞ്ഞു. പറഞ്ഞു മാറ്റുന്ന ചിലർ ഇവിടെ എഴുന്നേറ്റ് കഴിഞ്ഞു. അവർക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആരൊക്കെയോ തലമുറകളെ നോക്കി പറയുന്നു, ആരൊക്കെയോ ഭാവിയെ നോക്കി പറയുന്നു, ആരൊക്കെ കുടുംബജീവിതത്തെ നോക്കി പറയുന്നു, ആരൊക്കെ ആരോഗ്യത്തെ നോക്കി പറയുന്നു. പറയുന്നവർ മടിക്കേണ്ട, ആധാരം തുറന്ന് പറയുക, നിങ്ങൾ പറയുന്നത് സംഭവിക്കും. ഓ, വചനം ഇപ്പൊ സമീപമായിരിക്കുക. ദിസ് ഈസ് ദ റൈറ്റ് ടൈം. വചനം ഇപ്പൊ സമീപമായിരിക്കുക. ഇപ്പൊ പറഞ്ഞ വല്ലതൊക്കെ നടക്കും. റോമർ 10:9 നാം കണ്ടില്ലേ, വചനം നിനക്ക് സമീപമായി നിന്റെ വായിലിരിക്കുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അടുത്തിരിക്കുന്ന ആളോട് പറ, ഇപ്പൊ പറയാനുള്ള സമയമാണ് കേട്ടോ, പറഞ്ഞോണമെന്ന് പറ. ഇപ്പൊ എന്തൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക, അക്ഷരാർത്ഥത്തിൽ ഇപ്പൊ എന്തൊക്കെയോ നടന്നുകൊണ്ടിരിക്കുക. അതാ ഞാൻ പറഞ്ഞത്, ഇപ്പൊ പറയാനുള്ള സമയമാണ്. മടിക്കാതെന്ന് പറഞ്ഞ്, ഇപ്പൊ പറയാനുള്ള സമയമാണ്, ഇപ്പോൾ പറയാനുള്ള സമയമാണ്. ഹല്ലേലൂയ. എന്താ ഇത്? ഈ പറച്ചിലിന് എന്നാ ഇത്ര പ്രാധാന്യത? അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ സൃഷ്ടിപ്പിലെ ദൈവത്തിന്റെ കാര്യപരിപാടിയെ നോക്കണം. ദൂതന്റെ വീഴ്ചയാൽ പാഴും ശൂന്യവുമായി തീർന്ന, ആഴത്തിന്റെ മീതെ ഇരുള് വ്യാപരിക്കുന്ന ഈ ഭൂമിയിൽ, വ്യാപരിച്ചുകൊണ്ടിരുന്ന ഈ ഭൂമിയിൽ സാത്താൻ സജീവമായിരുന്നേ? ആയിരുന്നോ? അല്ലയോ? സാത്താൻ സജീവമായിരുന്നേ? ഹലോ, ഏദനിൽ എഴഞ്ഞു വരാൻ ഒരു പാമ്പ് ഉണ്ടായിരുന്നേ? നിങ്ങൾ മിണ്ടുന്നില്ല. ഏദനിൽ പഴക്കച്ചവടക്കാരനായിട്ട് വരാൻ ഒരു പാമ്പ് ഉണ്ടായിരുന്നേ? ഉണ്ടായിരുന്നോ? സാത്താൻ സജീവമായിരുന്നു. സാത്താന്യ പ്രവർത്തനമായിരുന്നു ഈ ഭൂമിയിൽ, നാം ഇന്ന് അധിവസിക്കുന്ന ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരുന്നത്. ആഴത്തിന്റെ മീതെ ഇരുളുണ്ടായിരുന്നു. സാത്താന്യ പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ദൂതന്റെ വീഴ്ചയോടുകൂടെ പാഴി ശൂന്യമായി തീർന്ന ഭൂമിയായിരുന്നത്. ഇങ്ങനെയുള്ള ഭൂമിയിലേക്ക് ദൈവം സൃഷ്ടിപ്പിനായിട്ട് വരികയാണ്. ദൈവം എങ്ങനെയാ സൃഷ്ടിച്ചേ? പറഞ്ഞേ, ദൈവം എങ്ങനെയാ സൃഷ്ടിച്ചേ? ദൈവം വിചാരിച്ചു എല്ലാം ഉണ്ടാകട്ടെ. അങ്ങനെയാ ദൈവം വിചാരിച്ചു എല്ലാം ഉണ്ടാകട്ടെ. അറിയാവുന്നവര് പറ. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് അവൻ കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടായി. യെസ്, പറഞ്ഞു ഉണ്ടായി. പറ, പറഞ്ഞു ഉണ്ടായി. ഇല്ലായിരുന്നു ബ്രദറെ, ഒന്നുമില്ലായിരുന്നു. വെളിച്ചമില്ലായിരുന്നു, അന്ധകാരം നിബിഡമായിരുന്നു. ഇവിടം അന്ധകാരത്തെ നോക്കി ദൈവം പറഞ്ഞു
അതിന് അടിവരയിടണ്ട്. ദൈവം പറഞ്ഞു. ഒന്ന് പറഞ്ഞേ, ദൈവം പറഞ്ഞു. ദൈവം വിചാരിച്ചു അല്ല, ദൈവം പറഞ്ഞു. God said, let there be light. Amen. And there was light. Hallelujah. God said. ദൈവം പറഞ്ഞു. വരാമോ എന്റെ കൂടെ? ദൈവം പറഞ്ഞു. ദൈവം പറഞ്ഞു. ഉണ്ടായി. ഉണ്ടായി. പറഞ്ഞു. ഉണ്ടായി. ഉണ്ടായി. ഒന്ന് പറഞ്ഞേ, ഉണ്ടായി. ഉണ്ടായി. സകലത്തെയും വചനത്താൽ സൃഷ്ടിച്ചു. എങ്ങനെ 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 എങ്ങനെ? വചനത്താൽ സൃഷ്ടിച്ചു. ഓക്കെ, എന്തിന് എങ്ങനെ കൊണ്ടാ സൃഷ്ടിച്ചേ? വാക്കിനാൽ അഥവാ വചനത്താൽ സൃഷ്ടിച്ചു. എന്നിട്ട് കൊളോസ് ലേഖനം പറയുമ്പോ പറയുകയാണ്, സകലവും അവൻ മുഖാന്തരം ഉണ്ടായി, ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ആരായി അവൻ? യേശു. യേശു. അയ്യോ, ഉൽപ്പത്തി ഞങ്ങൾ ആരും യേശുവിനെ കണ്ടില്ലല്ലോ. നാം നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞെടുത്ത് ഞങ്ങൾ ആരും യേശുവിനെ കണ്ടില്ലല്ലോ. ഈ മർമ്മം വലിയതാ, പിടിച്ചു. ഇതിനകത്ത് വലിയൊരു അത്ഭുതമുണ്ട്. ഹല്ലേലൂയ. സൃഷ്ടിപ്പിന് വേണ്ടി പിതാവിൽ നിന്ന് പുറപ്പെട്ട വചനമായിരുന്നു യേശു. ഹല്ലേലൂയ. ഹലോ, എത്ര പേർക്ക് മനസ്സിലായി? എത്ര പേർക്ക് മനസ്സിലായി? സകലവും അവൻ മുഖാന്തരം ഉണ്ടാകാൻ കാര്യം, ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ പുറപ്പെട്ടു പോയി ഉണ്ടാക്കിയത് അവനായിരുന്നു. ഹല്ലേലൂയ. അവൻ അന്ന് പുറപ്പെട്ടു പോയി ഇല്ലാത്തതിനെ ഉണ്ടാക്കിയ വചനം. റോമർ 10 വായിക്കും മുമ്പേ യോഹന്നാൻ 1 വായിക്കേ. ആദിയിൽ വചനമുണ്ടായിരുന്നു. അറിയാവുന്നവർ പറ, ആദിയിൽ വചനമുണ്ടായിരുന്നു. കേട്ടില്ല? ആദിയിൽ വചനം. വചനം ദൈവത്തോട് കൂടി. വചനം ദൈവമായിരുന്നു. വചനം ജഡമെടുത്ത് നിങ്ങളുടെ ഇടയിൽ പാർത്തു. യേശു എന്നതിനെ പേർ വിളിച്ചു. വേർഡ്. In the beginning there was word, and word was with God, and word was God, and word became flesh. That word, ആ വചനം became flesh, ജഡമായി തീർന്നു. കൃപയും സത്യവും നിറഞ്ഞവരായി നിങ്ങളുടെ ഇടയിൽ പാർത്തു. ഹല്ലേലൂയ. നമ്മുടെ ഇടയിൽ പാർത്തു. നിങ്ങളുടെ ഉള്ളിൽ അത് പതിഞ്ഞില്ല. നമ്മുടെ ഇടയിൽ പാർത്തു. എന്ത്? ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോ പുറപ്പെട്ടു പോയി സൃഷ്ടിച്ചവൻ നിങ്ങളുടെ ഇടയിൽ പാർത്തു. ഹല്ലേലൂയ. ഇല്ല 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 ഇല്ല, വിടത്തില്ല. ഇത് നിങ്ങളുടെ ഉള്ളിൽ പതിഞ്ഞിട്ട് വിടത്തുള്ളൂ. ഹല്ലേലൂയ. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോ ഉണ്ടാക്കാൻ പുറപ്പെട്ടവൻ ജഡമെടുത്ത് നിങ്ങളുടെ പാർത്തു. സുവിശേഷത്തിൽ അവൻ ജഡമെടുത്ത് നിങ്ങളുടെ പാർത്തു. റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നു, അവനിപ്പം നിങ്ങളുടെ വായിലിരിക്കുക. വചനം നിങ്ങൾക്ക് സമീപമായി നിങ്ങളുടെ വായിലും നിങ്ങളുടെ ഹൃദയത്തിലും ഇരിക്കുന്നു. അത് നിങ്ങൾ പറഞ്ഞ. ഹല്ലേലൂയ. In the name of Jesus. ഹല്ലേലൂയ. തുടങ്ങി. ഇപ്പൊ ആരൊക്കെയോ മനസ്സിലാക്കി തുടങ്ങി. പറയുമ്പോ ആരെയാ തുറന്നു വിടുന്നതെന്ന് ആർക്കൊക്കെയോ മനസ്സിലായി തുടങ്ങി. ഇന്ന് ഒരു കാര്യത്തെ നോക്കി നിങ്ങൾ പറയുമ്പോൾ സൃഷ്ടിച്ചവന്റെ സൃഷ്ടിപ്പിന്റെ ശക്തിയെയാണ് നിങ്ങളുടെ അധരത്തിലൂടെ തുറന്നു വിടുന്നത്. തുടങ്ങിക്കോ. പറയാൻ തുടങ്ങിക്കോ. പാഴും തരിശുമായി കിടക്കുന്നതിനെ നോക്കി, അന്ധകാരം വ്യാപരിക്കുന്നതിനെ നോക്കി, ഇരുട്ട് മൂടിക്കിടക്കുന്നതിനെ നോക്കി. Come on! വിളിച്ചു പറഞ്ഞു. സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഇന്ന് എന്നതാ കാണണ്ടേ? ചോദിക്കട്ടെ, ഇന്ന് എന്നതാ കാണണ്ടേ? ഏത് വലിയ അത്ഭുതത്തിന്റെ താക്കോൽ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ക്രിസ്തുവാ. ഓ, എത്ര പേരത് കേൾക്കുന്നത് എനിക്കറിയില്ല. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ക്രിസ്തുവാ. അതിനെ തുറന്നു വിട്ടാൽ യേശുവിന്റെ നാമജയം. എന്തൊക്കെയോ ഇതിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പലരുടെ മേലേക്ക് ആ കൃപ അത്യന്തം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. യേശുവിന്റെ നാമം ജയം. കരമടിച്ചു തന്നെ യേശുവിനെ സ്തുതിക്കാൻ തുടങ്ങി. തുടങ്ങി സോൻ സാറേ. വ്യക്തമായിട്ട് ഇന്ന് കർത്താവ് പറയുന്നു, ഇല്ലാത്ത ചിലതിനെ ഇന്ന് പലരും
അധരം കൊണ്ട് പറഞ്ഞ് സൃഷ്ടിക്കുക. കുറച്ച് നാളായി എനിക്ക് ജോലിയില്ല ബ്രദറെ, വായ് കൊണ്ട് പറഞ്ഞ് സൃഷ്ടിക്കുക ബ്രദറെ. യേശുവിന്റെ നാമം ജയം, യേശുവിന്റെ നാമം ജയം. എന്റെ വീട്ടിൽ ഒരു വല്ലാത്ത വൈഷമ്യം കറങ്ങി നിൽക്കുന്നു ബ്രദറെ, അധരം കൊണ്ട് പറഞ്ഞ് മാറ്റു ബ്രദറെ. യേശുവിന്റെ നാമം ജയം. ഒരു വലിയ ദൈവശക്തി ഞാൻ അനുഭവിക്കുന്ന ഈ സമയത്ത് കർത്താവ് ആരോടൊക്കെയോ പറയുന്നു, പറഞ്ഞ് സൃഷ്ടിക്കുക, പറഞ്ഞ് സൃഷ്ടിക്കുക, പറഞ്ഞ് സൃഷ്ടിക്കുക. നിങ്ങൾ പറഞ്ഞാൽ സൂര്യൻ ഉണ്ടാകാൻ തയ്യാറാ. കാരണം നിങ്ങളുടെ അപ്പൻ പറഞ്ഞപ്പം ഇതൊക്കെ നടന്നിട്ടുള്ളേ. ഇത് കമോൺ, വചനം തള്ളുന്നെങ്കിൽ ഈ മടിയൻ ശുശ്രൂഷകന്മാരെ പോലെ നോക്കി നിൽക്കേണ്ട നിങ്ങൾ ചാടി എഴുന്നേറ്റോ. നിങ്ങളുടെ മേൽ അഭിഷേകം വ്യാപരിച്ചുകൊണ്ടിരിക്കുക. വചനം നിങ്ങൾക്ക് സമീപമായിട്ടിരിക്കുന്നു, നിങ്ങളുടെ വായിലും നിങ്ങളുടെ ഹൃദയത്തിലും ഇരിക്കുന്നു. അത് നിങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസത്തിന്റെ വചനം തന്നെ. ആ അധരം നിങ്ങളുടെ വായിലിരിക്കുന്നു. ഇപ്പൊ പറഞ്ഞാൽ പലതും സംഭവിക്കും. ഇപ്പോൾ പറഞ്ഞാൽ പലതും സംഭവിക്കും. നിങ്ങൾ ഉരുവിട്ടാൽ പലതും സംഭവിക്കും. യേശുവിന്റെ നാമം ജയം, യേശുവിന്റെ നാമം ജയം. ആര് ഭാവിയെ നോക്കി പറയും, ആര് ആരോഗ്യത്തെ നോക്കി പറയും, ആര് സമ്പത്തിനെ നോക്കി പറയും, ആര് ശരീരത്തെ നോക്കി പറയും, ആര് പറയും, ആര് പറയും, ആര് പറയും? ഇതിന്റെ മർമ്മം മനസ്സിലായോ? നിങ്ങൾക്കത് വെളിപ്പെട്ടെന്ന് എനിക്ക് മനസ്സിലായി. ഓ, യേശുവിന്റെ നാമം ജയം. ഹല്ലേലൂയ. ഇത് വെളിപ്പെട്ട് കിട്ടിയവർക്കായി സ്തോത്രം. പിതാവായ ദൈവം വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോ ഒരു ശബ്ദം പുറത്തു വന്നു, ഒരു വചനം പുറത്തുപോയി. ആ വചനമാണ് സകലത്തെ സൃഷ്ടിച്ചേ. അവനാ പോയി എല്ലാം ചെയ്തേ. അവനാ പോയി സൂര്യനെ ഉണ്ടാക്കിയേ. അവനാ പോയി ചന്ദ്രനെ സൃഷ്ടിച്ചേ. ദൈവത്തോട് കൂടെ ഇരുന്ന വചനമാ പോയി. ആ വചനമാ പോയി ഇന്ന് കാണുന്നതിനെ മുഴുവൻ ഉണ്ടാക്കിയേ. ഗാലക്സിയെ ഉണ്ടാക്കിയത് ഈ വചനമാണ്. സൂര്യ ചന്ദ്രാദി നക്ഷത്രാദികളെ ഉണ്ടാക്കിയത് ഈ വചനമാണ്. ഈ വചനം നിങ്ങൾക്ക് സമീപമോ, നിങ്ങളുടെ വായിലിരിക്കുന്നു. യേശുവിന്റെ നാമം ചെയ്യാം. വചനം സ്പർശിക്കുന്നെങ്കിൽ മടിക്കണ്ട, ചാടി എഴുന്നേറ്റോ. ഭയങ്കര അഭിഷേകം ഇതിനകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. യേശുവിന്റെ നാമം ചെയ്യാം. സൃഷ്ടിക്കുന്ന വചനം, creating God, God that create. സൃഷ്ടിക്കുന്ന വചനം കരമടിച്ചു തന്നെ തുടങ്ങി തുടങ്ങി തുടങ്ങി. ഇല്ലാത്തത് വിളിച്ചു വരുത്തുന്ന വചനം ഇവിടെ വ്യാപരിക്കുന്നു. ആഹാ ആഹാ, ക്യാൻസറിനെ കരിക്കുന്ന വചനം ഇവിടെ വ്യാപരിക്കുന്നു. നിങ്ങളുടെ അധരത്തിലുണ്ട്. വിളിച്ചു പറ, വിളിച്ചു പറ, വിളിച്ചു പറ. പറഞ്ഞു. നിങ്ങളുടെ വായിലുണ്ട്, നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്, സമീപമായി. ഇപ്പോ ചിരി വരുന്നുണ്ടോ? ഇറങ്ങിപ്പോക്കോ. വചനം നിനക്ക് സമീപമാ. നിന്റെ അടുക്ക നിൽക്കുക. ഓഹോ, ഇന്നത് പലരും സ്വീകരിക്കുന്നു, ഇന്നത് പലരും വിളിച്ചു പറയുന്നു. ഇന്നത് പലരും വിളിച്ചു പറയുന്നു. ദുബായിലേക്ക് അയക്കുന്നു. വചനം നിനക്ക് സമീപമാ. നിന്റെ വായിലായിരിക്കുന്നേ. കഷ്ടത്തെ മാറ്റിമറിക്ക്, നഷ്ടത്തെ മാറ്റിമറിക്ക്. തോറ്റവനെ, പരാജയപ്പെട്ടവനെ, പരാജയപ്പെട്ടവനെ, തോറ്റവനെ,
കേറിക്കോ. പറഞ്ഞു പ്രാപിച്ചു, പറഞ്ഞനുഭവിച്ചു. പറയുക, പറയുക, പറയുക. സൃഷ്ടാവ് നിങ്ങളുടെ അധരത്തിലൂടെ പുറപ്പെടാൻ വെമ്പുന്നു. ഓ, സൃഷ്ടാവ്, സൃഷ്ടാവ്, ഉണ്ടാക്കിയവൻ, നിർമ്മിക്കുന്നവൻ. ഓഹോ, പഠിക്കണ്ട. അടുത്ത് നിൽക്കുന്നവന് വിഷയമുണ്ടാകത്തില്ല. അടുത്ത് നിൽക്കുന്നവന് വിഷയമുണ്ടാകത്തില്ല. നിന്നെ പോലെ നീറിയായിരിക്കത്തില്ല അവൻ ഇന്ന് വന്നിരിക്കുന്നേ. അതുകൊണ്ട് അവന്റെ കൈയുടെ താളം നീ നോക്കണ്ട. നീ അധരം തുറന്ന് വിളിച്ചു പറഞ്ഞു. ചില തികഞ്ഞവരിവിടെ ഇരിപ്പുണ്ട്, അവര് മിണ്ടണ്ട. എന്നാൽ ചിലരിവിടെ വന്നിട്ടുണ്ട്, അവരുടെ ഉള്ളിലൊരു ദാഹമുണ്ട്. അവരിന്ന് അനുഭവിച്ചേ പോകുള്ളൂ, അവരിന്ന് സൃഷ്ടിച്ചേ പോകുള്ളൂ. അവരിന്ന് അധരം കൊണ്ട് ഉരുവിട്ട് യേശുവിന്റെ നാമം ചെയ്യാം. ഓ, എത്ര പേര് കേൾക്കുന്നു എന്ന് എനിക്കറിയില്ല. സൃഷ്ടാവ് നിങ്ങളുടെ അധരത്തിലൂടെ പ്രവർത്തിക്കായിട്ട് ഓടുവാൻ വെമ്പുന്നു, വെമ്പുന്നു. സൃഷ്ടാവ് എന്ന് പറയുന്നു, ഞാൻ സൃഷ്ടിക്കാം, നീ പറ. ഞാൻ ഉണ്ടാക്കാം, നീ പറ. നീ പറ. ഞാൻ വിളിച്ചു വരുത്താം, നീ പറ. ഓ, യേശുവിന്റെ നാമം ചെയ്യും. എത്ര പേര് പറയും? ഓ, ജാതീയനായ ഭയങ്കരമായിട്ടൂടെ അഭിഷേകം ഇറങ്ങുന്നു. ഓ, ഉള്ളതുപോലെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ ഇറങ്ങിക്കോ. ആ കൃപയുടെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഇന്ന് ചിലർ കൊണ്ടേ പോകൂ, ഇന്ന് ചിലർ അനുഭവിച്ചേ പോകൂ. ആ, നീയാ വിളിച്ചു വരുത്തത്. നിനക്ക് അധികാരം, നീ അധികാരി. ഇറങ്ങിക്കോ, ഇറങ്ങിക്കോ. ആ കൃപയിലേക്ക് ഇറങ്ങിക്കോ. വചനം ഇപ്പൊ സമീപമാ. എപ്പോഴും ഇങ്ങനെ നിൽക്കണമെന്നില്ല. സൃഷ്ടിക്ക, സൃഷ്ടിക്ക, സൃഷ്ടിക്ക. വായ കൊണ്ട് പറ യേശുവിന്റെ നാമം. ഓ, ഓ, സൃഷ്ടിക്ക ബ്രദറെ. അതിനുള്ള അധികാരമാണ് തന്നിരിക്കുന്നത്. വചനം നിനക്ക് സമീപമായിരിക്കുന്നു, വായിലിരിക്കുന്നു, ഹൃദയത്തിലിരിക്കുന്നു. ഇത് യാചനയുടെ കാലമല്ല, ഇത് തിരിച്ചറിവിന്റെ വിളിച്ചു പറച്ചിലിന്റെ കാലം. പറയുക, സ്വീകരിക്കുക. ഇറങ്ങിക്കോ, അതിൻ്റെ അകത്തോട് ഇറങ്ങിക്കോ, ഇറങ്ങിക്കോ. ആ കൃപയുടെ ഇറങ്ങുക. ഇല്ല, ഇല്ല, ഇത് നിലയ്ക്കത്തില്ല, ഇത് നിലയ്ക്കുകയില്ല. തുടങ്ങി വിളിച്ചു പറയ. കാണാൻ ആഗ്രഹിക്കുന്നത് പറ. ശുഭകാലം കാണാൻ ഇച്ഛിക്കുന്നവൻ മിണ്ടാതിരിക്കട്ടെ എന്നല്ല,
നന്മ തന്നെ ഞാൻ കാണും, നന്മ തന്നെ ഞാൻ അനുഭവിക്കും. കരമടിച്ച് യേശുവിനെ സ്തുതിച്ചവൻ. തുടങ്ങിയോ? യേശുവിന്റെ നാമത്തിൽ സൃഷ്ടാവ് പുറപ്പെടാൻ വെമ്പുക. സൃഷ്ടിക്കുന്നവൻ ഒരു വാക്ക് നോക്കിയിരിക്കുക. നാമതെന്ന് പറയുമ്പോൾ ഇതെല്ലാം അറിഞ്ഞിട്ടാണല്ലോ അവിടെ പിന്മാറ്റക്കാരനെ പോയിരിക്കുന്നത്. ഒരു നാമതെന്ന് പറയാൻ നോക്കിയിരിക്കുന്നു. സൃഷ്ടാവിനെ തുറന്നു വിടാൻ തയ്യാറുള്ളവർ നാമതെന്ന് കൽപ്പിക്കാൻ തുടങ്ങിയാട്ടെ. ഒരു വാക്ക് കൽപ്പിച്ച കർത്താവേ, ശതാധിപന്റെ വാക്ക് കേൾക്കുക. കർത്താവേ, ഞാൻ യഹൂദനല്ല, ഞാൻ 8-ാം നാളിൽ പരിശോധന ഏറ്റവനുമല്ല, എനിക്ക് മോശയിക ന്യായപ്രമാണവും കിട്ടിയിട്ടില്ല, എനിക്ക് പിതാക്കന്മാരുടെ കണക്കും പറയാനില്ല. പക്ഷേ അന്യജാതിക്കാരനായി എനിക്ക് പോലും അറിയാം നീ പറഞ്ഞ വല്ലതൊക്കെ നടക്കും, നീ പറഞ്ഞ വല്ലതൊക്കെ നടക്കും. നീ ഒന്ന് പറഞ്ഞാൽ ശുഭകാലം കാണാൻ ഇച്ഛിക്കുന്നവൻ എന്തോ ചെയ്യണം? വ്യാജം പറയാത്തതിന്റെ ആധരത്തെ സൂക്ഷിക്കണം. എന്നതാ വ്യാജം എന്നറിയോ? എന്നതാ വ്യാജം എന്നറിയോ? യേശുവിലുള്ള അവിശ്വാസത്തിന്റെ വാക്കാ വ്യാജം. അത് പറയരുത്, അത് പറയരുത്. ഇതേ പറയാവുള്ളൂ. ഞാൻ കാണുന്നു, ഞാൻ കാണുന്നു. അയ്യോ, നിങ്ങൾ പറയുമ്പോ ഉണ്ടല്ലോ, എനിക്കറിയില്ല ഇന്ന് പകൽ ഇതിനകത്ത് എന്തൊക്കെയോ സംഭവിച്ചോണ്ടിരിക്കുക. 1, 2, 10 കുടുംബങ്ങളിലല്ല, ആയിരക്കണക്കിന് കുടുംബങ്ങളിൽ സൃഷ്ടിപ്പിന്റെ മഹത്വം ഇറങ്ങിക്കൊണ്ടിരിക്കുക. നിങ്ങൾ അപ്ലൈ ചെയ്ത തസ്തിക അവിടെ ഇല്ലെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് വേണ്ടി അത് ഉണ്ടാക്കും. നിങ്ങൾക്ക് വേണ്ടി അത് സൃഷ്ടിക്കപ്പെടും. നിങ്ങൾ ആഗ്രഹിക്കുന്ന സാലറി ഇന്ന് വരെ ആ കമ്പനി ആർക്കും കൊടുത്തിട്ടില്ലെങ്കിൽ നിനക്ക് വേണ്ടി അത് സൃഷ്ടിക്കപ്പെടും. പറയാമോ? പറയാമോ? മുടത്തൻ എഴുന്നേക്കാൻ തയ്യാറാ. പത്രോസിന്റെ കാല്, ഇതുപോലെ പത്രോസ്മാരൊക്കെയാണ് കാല് പിടിച്ചേ പറ്റൂ. പത്രോസിന്റെ കാല് പിടിച്ച് കർത്താവ് ചോദിക്കുക, എഴുന്നേറ്റ് നടക്ക എന്നൊന്ന് പറയാമോ? ഒന്ന് കർത്താവെ, നീ അങ്ങ് എഴുന്നേപ്പിച്ചാ മതി. യേശുവെ, നീ അങ്ങ് എഴുന്നേപ്പിച്ചാ മതി. ഞാൻ ആ മോനെ എഴുന്നേപ്പിക്കുന്നേ, പക്ഷെ നീ ഒരു വാക്ക് പറയണം. നീ ഒരു വാക്ക് പറയേ. ആ മകനെ ആ വചനം തൊടുന്നുണ്ട്. ഒരു വാക്ക് പറയണം. മുടന്തനെ എനിക്ക് നടത്താൻ കഴിയും. അവൻ തുള്ളിയും ചാടിയും കൊണ്ട് ദൈവത്തെ സ്തുതിക്കും. പക്ഷെ നീ ഒരു വാക്ക് പറയണം. നീ ഒരു കർത്താവേ, ഞാൻ പറയണോ? എടാ, നീ പറയണം. കാരണം വചനം ഇപ്പം നിന്റെ വായില. വചനം ഇപ്പം നിന്റെ വായില. 2.5 വർഷം മുമ്പ് വചനം ഭൂമിയിലായിരുന്നു. ജഡമെടുത്ത് നിങ്ങളുടെ ഇടയപ്പാർക്കുമായിരുന്നു. ഇപ്പൊ ഇടയപ്പാർപ്പ് നിർത്തി ഉള്ളിലിരിപ്പ് തുടങ്ങി. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. തുറന്നു വിടാമോ? തുറന്നു വിടാമോ? തുറന്നു വിടാമോ? ഒന്ന് വിളിച്ചു പറയാമോ? വ്യക്തിപരമായി ഇന്ന് കൃപയുടെ സമൂഹത്തിലേക്ക് ആദ്യമായിട്ട് വന്നവരായിരിക്കും നിങ്ങൾ. ഈ കോമ്പൗണ്ടിൽ ഈ ഹോളിൽ ഒന്നും ഇട കിട്ടാൻ ചിലപ്പോ വഴി നിന്നായിരിക്കും കേൾക്കുന്നേ.
ഈ വചനം ഒന്ന് വിശ്വസിക്കാം. നിങ്ങൾ ആ വഴിയിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ ആ വെയിലത്ത് അതിലും വലിയ ചൂടുള്ള ഒരെണ്ണം നിങ്ങളുടെ മേൽ കയറിക്കൊണ്ടിരിക്കുക. അതിലും വലിയ ചൂടുള്ള ഒന്ന് നിങ്ങളുടെ മേൽ കയറിക്കൊണ്ടിരിക്കുക. അതിലും വലിയ ചൂടുള്ള ഒന്ന് നിങ്ങളുടെ മേൽ അടിച്ചുകൊണ്ടിരിക്കുക. അത് സൃഷ്ടിക്കുന്ന വചനമാ. വ്യക്തിപരമായി തസ്തികകളെ സൃഷ്ടിക്കട്ടെ, ഭാവികളെ സൃഷ്ടിക്കട്ടെ. ഓ, അവനവന് വേണ്ടിയത് ആ തരം കൊണ്ട് പറഞ്ഞങ്ങ് ഉണ്ടാക്കിയാട്ടെ. പുതിയ വിസ നിയമങ്ങളെ പറഞ്ഞങ്ങ് സൃഷ്ടിച്ചാട്ടെ. കരം രണ്ടും ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? ഉയർത്താന്നിടത്തോളം ഒന്ന് ഉയർത്താമോ? രണ്ട് കരം ഉയർത്താമോ? എന്നോട് ചേർന്നൊന്ന് പറയാമോ? യേശുവേ, ഞാൻ വിശ്വസിക്കുന്നു. യേശുവാകുന്ന വചനം എനിക്ക് സമീപമായി എന്റെ വായിലും എന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. ചേർന്ന് പറയുക, എന്റെ വായിലും എന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. എന്റെ വായിലും എന്റെ ഹൃദയത്തിലും ഇരിക്കുന്ന വചനത്തെ വിശ്വസിച്ചോണ്ട് ഇപ്പോൾ ഞാൻ പറയുന്നു, ശരീരമേ ആരോഗ്യം പ്രാപിക്കാം, ബുദ്ധിശക്തിയെ ജീവൻ പ്രാപിക്കാം, ദാരിദ്ര്യമേ അഴിഞ്ഞു ഓടുക, രോഗബലഹീനതകളെ വിട്ടുമാറുക. ഞാൻ എന്റെ അധരത്തിലുള്ള വചനത്തെ ഉറപ്പായി പ്രഖ്യാപിക്കുന്നു. ആമേൻ. അക്കരെ വന്ന് ചേർത്തടിച്ച് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഞാൻ ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം എന്റെ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൽ ഞാൻ അത് അറിയുന്നു. സൃഷ്ടാവ്, ക്രിയേറ്റർ ഇതിനകത്ത് ഇറങ്ങി നടക്കുക. ഏറ്റവും മുമ്പിൽ മുതൽ അങ്ങ് വഴിയിൽ നിൽക്കുന്നവരെ വരെ സൃഷ്ടാവിന്റെ സൃഷ്ടിക്കുന്ന കരം അധരത്തിലൂടെ വരുന്ന വിശ്വാസത്തിന്റെ വചന ഹേതുവായി ക്രിയ നടത്തിക്കൊണ്ടിരിക്കുക. Hallelujah, Jesus.
മാരക രോഗശക്തികള് ഇതിനകത്തുനിന്ന് നിലവിളിച്ചോടിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നോ രണ്ടോ അല്ല, കൂട്ടമായി രോഗഭൂതവാദങ്ങൾ അഴിഞ്ഞുകൊണ്ടിരിക്കുക. ഓരോ ശരീരങ്ങളിൽ നിന്ന് അഴിഞ്ഞുകൊണ്ടിരിക്കുക. ഓരോ ശരീരങ്ങളിൽ നിന്ന് അഴിഞ്ഞുകൊണ്ടിരിക്കുക. അത് ശക്തിയോടെ അത് വീശി അടിച്ചുകൊണ്ടിരിക്കുക. യേശുവിന്റെ നാമത്തിൽ ഏതാണ്ട് 84 ടൈപ്പ് രോഗങ്ങൾ ഈ കോമ്പൗണ്ടിൽ നിന്ന് ഇപ്പൊ ഇറങ്ങിക്കൊണ്ടിരിക്കുക. ചുഴറ്റി എറിയുന്നവരെ തെറിച്ചു പോക്കട്ടെ. വിട്ടാരെ, അവരെ വിട്ടാരെ, അവരെ പിടിക്കണ്ട. നിങ്ങൾ കണ്ണടച്ചു, നിങ്ങൾ കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചു. പോക്കട്ടെ. ചലിക്കുന്നു. ഈ മുമ്പിൽ മുതൽ പുറകിലേക്ക് ചലിക്കുന്നു. Hallelujah, 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 hallelujah. ശാപങ്ങൾ പൊട്ടുന്നു. എന്നെ പിടിച്ചോളാം. ദൈവശക്തി അവിടെ മേൽ അടിക്കുന്നു. പൊട്ടുക. ഈ മകളെ യേശു തൊട്ടുകൊണ്ടിരിക്കുന്നു. അവളുടെ മേൽ യേശുവിന്റെ ജീവൻ അടിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ പൊക്കിയെടുത്തു. വലിയ വിടുതൽ അവളുടെ മേൽ സംഭവിക്കുന്നു. സൈഡിലോട്ട് മാറിക്കോ. പുറത്തു വാ. ഈ നാള് വരെ നിലവിളിച്ച് പുറത്തു വാ. അടിയുന്നു. പോണു. ഞാൻ പറഞ്ഞില്ലേ, ഒന്നോ രണ്ടോ പേരുടെ മേലല്ല, ഒരുപാട് പേരുടെ മേൽ വിടുതലിന്റെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് പേരുടെ മേൽ വിടുതലിന്റെ ശക്തി. അതിനെ പൊക്കിക്കോ. വലിയ ദൈവശക്തി അവരുടെ മേൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ വചന സമീപമാ, നിങ്ങളുടെ വായിൽ വന്നിരിക്കുക. ഇത് നല്ല സമയമാ. ഇത് റൈറ്റ് ടൈമാ. യേശു ഇന്ന് നിന്നോട് പറയുന്നു, ഇല്ലാത്തതിനെ സൃഷ്ടിക്കുന്ന മഹത്വം അവളുടെ മേൽ അടിക്കുന്നു. യേശുവിന്റെ നാമം പലരുടെ മേലും വചനം ഇറങ്ങുന്നു. ആ സഹോദരി യേശു തൊടുന്നു. ഇറങ്ങി വരിക, ഓടി വരിക. ഞാൻ പറഞ്ഞില്ലേ, വചന സമീപമായിരിക്കുന്നത് ചിലരാഘോഷിക്കുന്നു. ഇന്ന് യേശു പറയുന്നു, ഇത് ചരിത്രം മാറുന്ന പകലാണ്. സൃഷ്ടിപ്പിന്റെ സൃഷ്ടിപ്പ് നടക്കുക. ക്രിയേഷൻ നടക്കുക. വലിയ അഭിഷേകം ഇവിടെ വ്യാപരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുക. ഇന്ന് തീരുമാനിക്കാം. ഇന്നുകൊണ്ട് തീരുമാനിക്കാം. നിങ്ങൾ
നിങ്ങൾ പറയുന്നത് എന്തും അവള് സൃഷ്ടിച്ചോണ്ടിരിക്കുക. ആ മകള് സൃഷ്ടിച്ചോണ്ടിരിക്കുക. അവിടുന്ന് ഒത്തിരി പൊട്ടിയാ വന്നിരിക്കുന്നേ. ആണ്ടെ സൃഷ്ടിപ്പ് നടക്കുക അവളുടെ മേൽ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് സൃഷ്ടിക്കുകയാണ്. വിളിച്ചു പറഞ്ഞ് ഉണ്ടാക്കുക. മാരക രോഗങ്ങൾ ഇരിക്കുന്നിടത്ത് സൗഖ്യത്തെ സൃഷ്ടിക്കേണ്ട സമയമായിപ്പോ. നോക്കിയിരിക്കേണ്ട സമയമല്ല, സൗഖ്യങ്ങളെ സൃഷ്ടിക്കേണ്ട സമയം. നിങ്ങളുടെ രോഗമുള്ള സ്ഥലത്തേക്ക് നിങ്ങളുടെ കൈ വെക്കാമോ? കുറച്ചു നേരം എൻ്റെ കൂടെ നിൽക്കാൻ കഴിവില്ലാത്തവർ ദയവായിട്ട് ഈ ഹോളിൽ നിന്ന് പുറത്തു പോവുക. അതുപോലെ തളർവാദ രോഗികൾ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മുമ്പോട്ട് കൊണ്ടുവരിക. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ രോഗമുള്ള സ്ഥലത്തേക്ക് നിങ്ങളുടെ കരങ്ങൾ വെക്കുക. ഇപ്പോൾ തന്നെ കരങ്ങൾ വെക്കുക. സൃഷ്ടിക്കപ്പെടുന്ന അത്ഭുതം, സൃഷ്ടിപ്പിന്റെ അത്ഭുതം, സൃഷ്ടിപ്പിന്റെ അത്ഭുതം നടന്നുകൊണ്ടിരിക്കുക. ക്യാൻസറിന്റെ മുഴകൾ സ്പോട്ടിൽ കരിയുന്നു. കഴുത്തിന്റെ വലത്തെ സൈഡിൽ ക്യാൻസറിന്റെ മുഴയുമായി വന്നിരിക്കുന്ന വ്യക്തികളെ യേശു സൗഖ്യമാക്കുന്നു. ബ്രദറിനുണ്ടോ? വാ. മുമ്പോട്ട് വരരുത്. ഇപ്പൊ ഇതാ എത്ര നാളായി ഈ മുഴ പ്രത്യക്ഷപ്പെട്ടിട്ട്? വിശ്വസിക്കാൻ കഴിയുമോ? ഇപ്പോൾ സൃഷ്ടിപ്പ് നടക്കുക. വിശ്വസിക്കാൻ കഴിയുമോ? ഈ മകൻ ഇന്നിവിടെ ആദ്യമായിട്ട് വരുവാണെന്ന് തോന്നുന്നു. ആണോ? അല്ല, 4ാമത്തെ മീറ്റിംഗിലാണ്. 4ാമത്തെ ആഴ്ചയാ വരുന്നേ. സൃഷ്ടിക്കപ്പെടുന്നു. സൃഷ്ടിക്കപ്പെടുക. ആ ബാധ ഒഴിയുകയാ. ബ്രവിക്ക് എഴുന്നേപ്പിച്ചു. പൊക്കിയെടുത്തോ മോനെ, പൊക്കിയെടുക്കടാ. തിരിഞ്ഞിരിക്ക. തപ്പ ഉണ്ടോ അവിടെ? ഇല്ല. എന്നെ വിട്. ഞാനല്ല. അയ്യോ ഞാനല്ല, യേശുവാ ചെയ്തേ. എനിക്കത് ചെയ്യാൻ പറ്റുമായിരുന്നു, ഞാൻ ആരായനെ. ഇന്ന് ആ മകന്റെ സന്തോഷം നിങ്ങളത് കണ്ടേ. കരമടിച്ച യേശുനാഥനെ സ്തുതിച്ച്. നിഷേധിക്കാൻ കഴിയാത്ത അത്ഭുതങ്ങളിലേക്ക് ഇറങ്ങാൻ നിങ്ങൾ തയ്യാറാണോ? നിഷേധിക്കാൻ കഴിയാത്ത അത്ഭുതങ്ങളിലേക്ക് ഇറങ്ങാൻ നിങ്ങൾ തയ്യാറാണോ? ജന്മനാ ഊമന്റെ അധരം തുറക്കുന്നത് കാണാൻ നിങ്ങൾ തയ്യാറാണോ? ചെകിടനായി ജനിച്ചവൻ നിങ്ങൾ കേൾക്കുന്നതിലും നല്ലായിട്ട് ചെവി കേൾക്കുന്നത് കാണാൻ നിങ്ങൾ തയ്യാറാണോ? എനിക്കിഷ്ടപ്പെട്ടു. പക്ഷെ പറയാൻ നിങ്ങൾ തയ്യാറാണോ?
ബ്രദർ പറഞ്ഞ ഇതൊക്കെ ഞങ്ങൾ കണ്ടേച്ചു പോവാ അല്ലേ? പറയാൻ തയ്യാറാണോ? പറയാമോ? സംഭവിക്കണം, സംഭവിക്കണം. പറയ്. നിങ്ങളുടെ രോഗമുള്ള സ്ഥലത്ത് കൈവച്ചിട്ട് പറയ്, ഇതേ അധികാരം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നേ. പറ, എനിക്കത് വേണ്ടാന്ന് പറ. ഓരോ മക്കളും പറ. കണ്ണുപൊട്ടൻ കണ്ണലോട്ട് കൈവച്ചിട്ട് പറ. ആ കാലിലോട്ട് കൈവച്ചിട്ട് പാരസമയം സാറേ, യേശുവിന്റെ നാമത്തിൽ മോനെ ഇത് എന്നാ പറ്റിയതാടാ? മക്കളെ എന്നാ പറ്റിയതാടാ? അരക്ക് കീഴ്പോട്ട് തളർന്നു പോയി. ആ കാലൊന്ന് ചലിപ്പിക്കാൻ പറഞ്ഞു. ഓ, ശക്തി ഇറങ്ങിക്കഴിഞ്ഞ എൻ്റെ അകത്ത്, ശക്തി ഇറങ്ങിക്കഴിഞ്ഞ എൻ്റെ അകത്ത്, ശക്തി ഇറങ്ങി. സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ ഈ പറയുന്നത് നോക്കിയിരിക്കണ്ട, നിങ്ങൾ പറയാൻ തുടങ്ങ. നിങ്ങൾ പറയാൻ തുടങ്ങ. പറയേ, പറയേ, പറയുക, പറയുക, പറയുക. ഇടവും വലവും നോക്കണ്ട. നിങ്ങൾ രോഗമുള്ള സ്ഥലത്ത് കൈവച്ചോ, വിളിച്ചു പറഞ്ഞു, അതിപ്പോ അപ്രത്യക്ഷമാവും. പറഞ്ഞോ, 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 പറഞ്ഞോ. യേശുവിന്റെ നാമത്തിൽ അത് വിട്ടുമാറട്ടെ. സഹോദര, നീ പറയുമ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. മകനെ, ബ്ലാക്ക് ഷർട്ട് ഇട്ട് ബ്രദറെ, കരമുയർത്തേക്ക്. യെസ്, വരിക. പറയുമ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുക. പറയുക, സ്വീകരിക്കുക. അതിനപ്പുറത്തൊന്നുമില്ല. പറയുക, സ്വീകരിക്കുക. പറയുക, പ്രാപിക്കുക. പറയുക, പ്രാപിക്കുക. എന്നോട് ചേർന്നൊന്ന് പറയുക. പറയുക, പ്രാപിക്കുക. ചെസ്റ്റിന്റെ ഈ പോർഷനില് കർത്താവ് തൊടുന്ന ഞാൻ കാണുന്നു. ഇവിടെ എന്നാ പറ്റിയേ? ഒരു വേദനയുണ്ട്. എന്നാ പറ്റിയതാ? അത് എത്ര നാളായി? അടുത്ത നാളിലാ തുടങ്ങി. ശക്തി അടിക്കാൻ പോവാട്ടോ. സൃഷ്ടിപ്പിന്റെ ശക്തി ദാ കയറുന്നു, ദാ കയറുന്നു. സൃഷ്ടിപ്പിന്റെ ശക്തി ഇറങ്ങുക. സ്പർശിക്കപ്പെട, പിടിച്ചോ, അറിയട്ടെ. പൂർണ്ണ സൗഖ്യമാവട്ടെ. യേശുവിന്റെ നാമത്തിൽ, വലിയ സൗഖ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഈ സഹോദരിയുടെ മേൽ കർത്താവിന്റെ ശക്തി ഇറങ്ങുന്നുണ്ട്. അതിനെ വിളിച്ചിറക്കിക്കേ ബ്രദർ, വീക്കെ ഇറക്കിക്കേ. സഹോദരി ഇവിടെ നിന്ന്. എന്താ നിങ്ങളുടെ പേര്? നോക്കൂ, എന്താ നിങ്ങളുടെ പേര്? ഡെയ്സി. ഡെയ്സി. ഇടത്തെ തോളില് ഇവിടെ ഈ സ്പോട്ടില് ഡിസ്ലൊക്കേറ്റഡ് ആയിട്ട് കിടക്കുക. ആ നിമിത്തം ഈ കൈയ്യ് ബലഹീനമാ. പക്ഷെ യേശുനാഥന്റെ സൃഷ്ടിപ്പിന്റെ അത്ഭുതം. ശരിയാണോ ഞാൻ ഈ പറയുന്നേ? അതെ, അതെ. ഞാൻ ട്രീറ്റ്മെന്റ് എടുത്തോണ്ടിരിക്കുന്നു. ട്രീറ്റ്മെന്റ് ചെയ്തോണ്ടിരിക്കുന്ന. ഓഫ്, നിങ്ങൾ എല്ലാരും കണ്ണു തുറന്ന് കണ്ടാട്ടെ. ഈ മകളുടെ മേൽ സൃഷ്ടാവ് ഇറങ്ങുന്നു. സൃഷ്ടിപ്പ് നടക്കുന്നു, സൃഷ്ടിപ്പ് നടക്കുന്നു, ക്രിയേഷൻ നടക്കുന്നു. വചനം ഇപ്പൊ ഈ മകൾക്ക് സമീപമാണ്. വചനം ഈ മകൾക്ക് സമീപമാണ്. വചനം ഈ മകൾക്ക് സമീപമാണ്. നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും വചനം ഇപ്പൊ ഇരിക്കുകയാണ്. അത് അടിക്കുകയാണ്. അയ്യോ, അത് പൊട്ടുക കേട്ടോ. കരമടിച്ചോ, യേശുവിന്റെ മഹത്വം കൊടുത്തോ. വലിയ ദൈവശക്തി ഇവിടെ വ്യാപരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ആത്മാവേ, മക്കൾ യേശു തരുന്ന ദാനമാണ്. സകല കുടുംബങ്ങൾക്കും പേർ വരുവാൻ കാരണം യേശുവാണ്. ഈ സമയത്ത് അവരുടെ മേലുള്ള എല്ലാ അസ്വസ്ഥതകളും അഴിയട്ടെ.
സകല അസ്വസ്ഥതകളും വിട്ടുമാറട്ടെ. പരിശുദ്ധ ആത്മാവേ, തലമുറകളുടെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ മുടിയമ്പുത്രന്മാരെ പോലെ മുടിച്ചു നടക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ മേൽ മാനസാന്തരത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ആമേൻ. ഇതാകുന്നു അത്ഭുതത്തിന്റെ സമയമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ തലമുറകളുടെ ഭാവി വഴികൾ തുറക്കപ്പെടട്ടെ. ആമേൻ. നഷ്ടപ്പെട്ട ജോലികൾ തിരിച്ചു വരട്ടെ. തിരിച്ചു വരട്ടെ. അത് സംഭവിക്കട്ടെ. അപമാനിതരായി ഇറങ്ങിപ്പോയോടത്ത് മാന്യതരായി കയറി വരട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേൻ. വിട്ടുമാറാത്ത രോഗത്തിന്റെ കീഴിലായിരിക്കുന്ന കുഞ്ഞു മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ഈ സമയത്ത് കുഞ്ഞുങ്ങളെ അതിനെതിരെ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. കുഞ്ഞുങ്ങളുടെ മേൽ പിന്തുടരുന്ന രോഗശക്തികൾ എല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ കുഞ്ഞുങ്ങളെ ഓർത്ത്, രോഗത്താൽ കഴിയുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത്, ഒന്ന് മാറുമ്പോൾ ഒന്നുപോലെ ഒരു ക്ലാസ്സുകളിൽ പോലും പോകുവാൻ പറ്റാതെ കഴിയുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്ന, ക്ലാസ് മുടങ്ങുന്ന കുഞ്ഞുങ്ങൾ യേശുവിന്റെ നാമത്തിൽ അവരുടെ മേലേക്ക് കൃപ ഇറങ്ങി വരട്ടെ. ഞങ്ങളത് കൽപ്പിക്കുക. അവർ സ്വതന്ത്രമാവട്ടെ. അങ്ങനെയുള്ള മാതാപിതാക്കൾ ആ കുഞ്ഞുങ്ങളെ നോക്കി കൽപ്പിച്ചാട്ടെ. ഇന്ന് അവർ സ്വതന്ത്രമാകുക. ഇവിടെ ഇരിക്കുന്ന വേണ്ടി കൽപ്പിക്കട്ടെ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ ഏതൊക്കെയോ മാതാപിതാക്കൾ കരമുയർത്തി വിളിച്ചു പറയുന്നു, ഞാൻ കൽപ്പിക്കുന്നു, എന്റെ കുഞ്ഞിന് ഇനി രോഗം ഇല്ല. അങ്ങനെ സംഭവിച്ചതിനായി നന്ദി. യേശു അത് ചെയ്തതിനായിട്ട് നന്ദി യേശുവേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്ത് നിങ്ങൾ ഇരുന്നാട്ട്. അതുപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടിന് നടുവിലായിരിക്കുന്നവർക്കും വേണ്ടിയും കൂടെ ഞാനിപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കാരണം ഇന്നൊരു പ്രത്യേക അഭിഷേകം ഇവിടെ ഇറങ്ങി നിൽപ്പുണ്ട്. ആ അഭിഷേകത്തിനകത്ത് ഒരുപാട് വിടുതലുകളുണ്ട്. അത് സ്വീകരിക്കാനായിട്ട് ഇപ്പോൾ ഒരുങ്ങിക്കോ. ദാരിദ്ര്യം വിട്ടുമാറാത്ത കുടുംബങ്ങൾ, വല്ലാത്ത സാമ്പത്തിക കെടുതിയിൽ കിടക്കുന്ന കുടുംബങ്ങൾ, എത്ര അധ്വാനിച്ചാലും ഓട്ടസഞ്ചിയിൽ ഇടുന്ന പോലെ ചോർന്നു പോകുന്ന കുടുംബങ്ങൾ, ലജ്ജിക്കണ്ട, ചാടി എഴുന്നേറ്റോ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവേ, മതി എന്ന് പറയുമ്പോൾ ഇവർ അനുഗ്രഹിക്കപ്പെട്ടേ പറ്റും. സാമ്പത്തിക ദാരിദ്ര്യത്തിന്റെ ആത്മാവിനെ കുടുംബങ്ങളിൽ നിന്ന് ഞങ്ങൾ ശാപിച്ചിറക്കുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ദാരിദ്ര്യത്തിന്റെ ആത്മാവേ, ആമേൻ. വീട് വിട്ടുപോകും. ഹല്ലേലൂയ. വീട് വിട്ടുപോകും. സംഭവിച്ചത് ധാരാളം ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ ആമേൻ. ഞങ്ങളുടെ കയ്യിൽ സമ്പത്ത് കുമിഞ്ഞുകൂടട്ടെ. ആമേൻ. അത് നന്മയ്ക്കായിട്ട് തീരട്ടെ. ഹല്ലേലൂയ. ഇന്ന് യേശുവിന്റെ നാമത്തിൽ ദാരിദ്ര്യത്തിന്റെ ശാപം യേശു ചുമന്നതിനാൽ ആ ശാപാത്മാവിനെ പുറത്താക്കും. ഹല്ലേലൂയ. വീടുകളിൽ അഭിവൃദ്ധി ഉണ്ടാകട്ടെ. ആമേൻ. നിന്റെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടട്ടെ. ആമേൻ. അവർക്ക് ധാരാളം സമ്പത്ത് ഉണ്ടാകട്ടെ. ആമേൻ. അടഞ്ഞു കിടക്കുന്നവ തുറക്കട്ടെ. തുറക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ. കർത്താവ് അത് ചെയ്തു കഴിഞ്ഞു എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒന്ന് കൽപ്പിച്ചേ, ഒന്ന് വായുകൊണ്ട് പറഞ്ഞേ, ഞാൻ അനുഗ്രഹം അനുഭവിക്കുക തന്നെ ചെയ്യും. ആമേൻ. 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 ഉയർച്ച തന്നെ പ്രാപിക്കും. ഉയർച്ച തന്നെ പ്രാപിക്കും. താഴ്ച പ്രാപിക്കുകയില്ല. താഴ്ച പ്രാപിക്കുകയില്ല. ഹല്ലേലൂയ. 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 എല്ലാവരും ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ്. കർത്താവേ, ഇന്ന് സ്പെഷ്യൽ സൺഡേയില ഞങ്ങളോടൊപ്പം ചേരുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ ലോകരാജ്യങ്ങളിലുണ്ട്. അവർക്കായി സ്തോത്രം ചെയ്യുന്നു. ചങ്ങനാശ്ശേരി തടിച്ചുകൂടിയിരിക്കുന്ന ഈ ജനസമൂഹത്തിന്റെ മേൽ പകരുന്ന അതേ കൃപ തന്നെ യൂട്യൂബിലൂടെ ഞങ്ങളെ വീക്ഷിക്കുന്നവരുടെ മേൽ അയക്കുന്നതിനായി സ്തോത്രം. യേശുനാഥ, അവരൊന്ന് പറയട്ടെ. പറയുമ്പോൾ തന്നെ
അത് അവരുടെ സംഭവിക്കട്ടെ. സ്ഥിതികൾ മാറി മറിയട്ടെ. ഇന്നവര് തിരികെ പോകുന്നത് ആമേൻ. നാവിൽ സൃഷ്ടിപ്പിന്റെ അധികാരമായിട്ട്. ആമേൻ. എനിക്ക് ഉറപ്പാ. ഹല്ലേലൂയ. ഞങ്ങൾ ഒരുമിച്ച് അത് വിശ്വസിക്കുന്നു. ആമേൻ. ഇന്ന് നിന്റെ മക്കൾ ചിലതിനെയൊക്കെ സൃഷ്ടിക്കും, ആമേൻ. വിളിച്ചു വരുത്തും, ഹല്ലേലൂയ. ഉള്ളതുപോലെ വിളിച്ചു വരുത്തും. ആമേൻ. അതിനായിട്ട് നന്ദി യേശു. നന്ദി യേശുവേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അങ്ങേ നാമം ചൊല്ലുവാൻ, അങ്ങേ നാമം പാടുവാൻ, അങ്ങേ നാമം ഉയർത്തുവാൻ യേശുവേ.